ഹായ്, എല്ലാ കൂട്ടുകാർക്കും സൺ വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് പുതിയ ടാറ്റ പഞ്ചിന്റെ പ്യുവർ പ്ലസ് വേരിയന്റ് ആണ്. പുതിയ ടാറ്റ പഞ്ചിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങാൻ സാധ്യതയുള്ള വേരിയന്റും ഈ പ്യുവർ പ്ലസ് വേരിയന്റ് ആണ്. കാരണം ഈ വേരിയന്റ് തൊട്ടിട്ടാണ് നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് CNGയിലും ഈ വേരിയന്റിൽ ഓട്ടോമാറ്റിക് കൊടുത്തിട്ടുണ്ട്. ഈ വാഹനം 12,500 രൂപയുടെ ആക്സസറീസ് ഷോറൂമിൽ നിന്ന് തന്നെ ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ്. ആ ആക്സസറീസ് ചെയ്തപ്പോൾ ഏകദേശം ടോപ്പ് എൻഡിന്റെ ഒരു ലുക്കിലേക്ക് ഈ വാഹനം മാറിയിട്ടുണ്ട്. അപ്പോൾ എന്തെല്ലാം ആക്സസറീസ് ആണ് ചെയ്തിരിക്കുന്നത്, എത്രയാണ് ആക്സസറീസിന്റെ പ്രൈസ്, അതുപോലെ തന്നെ ഈ പ്യുവർ പ്ലസ് വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് പുതിയ ടാറ്റ പഞ്ചിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 8 ലക്ഷം രൂപ ബഡ്ജറ്റിൽ കിട്ടുന്ന പുതിയ ടാറ്റ പഞ്ചിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് വേരിയന്റ് അതാണ് ഈ പ്യുവർ പ്ലസ് വേരിയന്റ്. പുതിയ ടാറ്റ പഞ്ചിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങാൻ സാധ്യതയുള്ളതും ഈ പ്യുവർ പ്ലസ് വേരിയന്റ് തന്നെയാണ്. കാരണം ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേരിയന്റ് ഇതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക് എടുക്കുന്നവരുടെ ബേസ് വേരിയന്റ് എന്നും ഈ പ്യുവർ പ്ലസ് വേരിയന്റിനെ വിളിക്കാം. ഈ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഈ ഒരു വേരിയന്റിൽ തന്നെ ടാറ്റ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ടോപ്പ് എൻഡിന്റെ ഒരു ലുക്കാണ് തരുന്നത്. ടോപ്പ് എൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് LED DRL കിട്ടും. ഇതിനകത്ത് ഒരു ഹാലജൻ ബൾബുകളാണ് അവിടെ ഇൻസ്റ്റോൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ വേരിയന്റിൽ ശരിക്കും റൂഫ് റെയിൽസ് വരുന്നില്ല. ഇതിൽ റൂഫ് റെയിൽസ് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ആ റൂഫ് റെയിൽസും കൂടി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു ടോപ്പ് എൻഡിന്റെ ലുക്കൊക്കെ ഈ വാഹനം ഫ്രണ്ടിൽ നിന്ന് തരുന്നുണ്ട്. ഇപ്പൊ ഈ കൊടുത്തിരിക്കുന്ന ഹാലജൻ ബൾബുകൾ മാറ്റി അതൊരു LED ബൾബ് ആക്കുകയാണെങ്കിൽ ഏകദേശം ടോപ്പ് എൻഡിന്റെ ഒരു ലുക്ക് ഈ വാഹനം തരും. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നതും ഹാലജൻ ആയിട്ട് തന്നെയാണ്. താഴേക്ക് വന്നാൽ നമുക്ക് ബേസ് വേരിയന്റ് തൊട്ട് LED ഹെഡ്ലൈറ്റുകളാണ്. അത് നമ്മുടെ നെക്സോണിലൊക്കെ കണ്ട സെയിം ഹെഡ്ലൈറ്റ് യൂണിറ്റ് തന്നെയാണ്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. അതിന് താഴെ നമുക്ക് ഇവിടെ ഫോഗ് ലൈറ്റ് വേണമെങ്കിൽ ആക്സസറി ആയിട്ട് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് എയർ സ്കൂപ്സ് കാണാനായിട്ട് പറ്റും. പുതിയ പഞ്ചിൽ മേജറായിട്ട് വന്നിരിക്കുന്ന ചേഞ്ച് ഈ പുതിയ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ബെമ്പർ യൂണിറ്റ് ആണ്. അതിന് താഴെ നമുക്കൊരു സിൽവർ ഫിനിഷ് സ്കിപ്പ് പ്ലേറ്റ് പോലെ തോന്നിയിരിക്കുന്ന ഭാഗം കൊടുത്തിരിക്കുന്നു. പുതിയ പഞ്ചിന് 193 mm ആയിട്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് ഇപ്പോൾ കൂടിയിട്ടുണ്ട്. ഫ്രണ്ടിൽ 360 ക്യാമറ വരുന്നില്ല, പകരം ആ ഒരു സ്പേസ് അവിടെ കാണാനായിട്ട് പറ്റും. ഈ ഒരു പോർഷൻസ് എല്ലാം നമുക്ക് മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഡിസൈൻ എലമെന്റ് എന്നുള്ള രീതിയിൽ ഇവിടെ നമുക്ക് ഒരു സിൽവർ ഫിനിഷ് കാണാനായിട്ട് പറ്റും. ടോപ്പിലേക്ക് വന്നാൽ ഇവിടെ നമുക്ക് ടാറ്റയുടെ ലോഗോ, ഈ ഒരു പോർഷൻ നമുക്ക് ഫുള്ളി ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. പഴയ പഞ്ചിൽ ഇവിടെ ഹോൾസ് ആയിരുന്നെങ്കിൽ ഇതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ ക്ലോസ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഗ്രില്ലുകൾ വരുന്നത്. അപ്പൊ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ലുക്ക്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു മിഡ് വേരിയന്റ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഇതിനകത്ത് അലോയ്സ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇതിനകത്ത് നമുക്ക് അലോയ്സിന്റെ ലുക്കുള്ള ഒരു വീൽ കപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിന് നമുക്ക് ടാറ്റയുടെ ലോഗോ, അതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. 185 70R15 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ് കൊടുത്തിരിക്കുന്നത്. മിറേഴ്സിലേക്ക് വന്നാൽ LED ഇൻഡിക്കേറ്റേഴ്സ് മിറേഴ്സിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. മിറേഴ്സ് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ വാഹനത്തിൽ ഒരു റെയിൻ ഗാർഡ് ഇത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. അത് ആ പഴയ പഞ്ചിന്റെ ഡിസൈൻസ് ആണ് അതിനകത്ത് വന്നിരിക്കുന്നത്. റെയിൻ ഗാർഡിന് കോസ്റ്റ് വന്നിരിക്കുന്നത് 2600 രൂപയാണ്. റൂഫ് റെയിൽസ് നമ്മൾ പറഞ്ഞിരുന്നു, ഇതിനകത്ത് വരുന്നതല്ല. ഇത് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. 5400 രൂപയാണ് റൂഫ് റെയിൽസിന് കോസ്റ്റ് വരുന്നത്. ഈ വേരിയന്റിൽ സൺറൂഫ് വരുന്നില്ല. ഈ പ്യുവർ പ്ലസിൽ തന്നെ പ്യുവർ പ്ലസ് S എന്നും പറഞ്ഞ സൺറൂഫ് ഉള്ള വേരിയന്റും അവൈലബിൾ ആണ്. ബാക്കിൽ ആ ഒരു ബ്ലാക്ക് ഫിനിഷിൽ തന്നെ ഷാർഫിൻ ആന്റിന കൊടുത്തിരിക്കുന്നു. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ലുക്ക്. വശങ്ങളിൽ നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള രീതിയിൽ ആ ബ്ലാക്ക് ക്ലാഡിങ് പോകുന്നതാണ്. ആ ക്ലാഡിങ്ങിനകത്ത് നമുക്ക് ഒരു സൈഡ് സ്കേർട്ടിങ്സ് പോലെ തോന്നിക്കുന്ന രീതിയിൽ അവർ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ക്രോം ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. അതിന് 2400 രൂപയാണ് കോസ്റ്റ് വന്നിരിക്കുന്നത്. ആ വലിപ്പമുള്ള ക്ലാഡിങ്ങിന് ആ ഒരു സിൽവർ ഫിനിഷ് വന്ന എന്തായാലും നല്ലൊരു ലുക്ക് തരുന്നുണ്ട്. ഡോർ ഹാൻഡിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ പഴയ പഞ്ചിൽ കാണുന്ന രീതിയിൽ തന്നെയാണ്. ഈ വേരിയന്റിൽ റിക്വസ്റ്റ് സെൻസർ ഒന്നും വന്നിട്ടില്ല. ഇതാണ് കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷനോട് കൂടിയ നമുക്ക് ഫോളോ മീ ഹോം ഹെഡ്ലാമ്പിന്റെ ഓപ്ഷനോട് കൂടി ഒരു ഫ്ലിപ്പ് കീയും ഒരു നോർമൽ കീയുമാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലെ ഡോർ ഹാൻഡിൽസ് ആ ടോപ്പ് മൗണ്ടഡ് ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. B പില്ലറും C പില്ലറിന്റെ ഈ ഒരു പോർഷൻസ് എല്ലാം നമുക്ക് മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ കാണാനായിട്ട് പറ്റും. ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ടോപ്പ് എൻഡ് വേരിയന്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കണക്റ്റഡ് ടൈൽ ലൈറ്റ് കാണാം. ഈ വേരിയന്റിൽ നമുക്ക് ഒരു ഹാലജൻ ടൈൽ ലൈറ്റ് യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു സെന്റർ പോർഷൻ നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അവിടെ കണക്റ്റഡ് ടൈൽ ലൈറ്റ് ഇല്ലെങ്കിലും ബോർ ആവാത്ത രീതിയിൽ അത് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നാൽ നമുക്ക് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. വശങ്ങളിൽ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിൽ ഒരു സ്കൂപ്പ് കൊടുത്തിരിക്കുന്നു. അതൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ബാക്കിൽ ഡീഫോഗർ വരുന്നുണ്ട്. വൈപ്പർ ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിന് താഴെ നമുക്ക് ടാറ്റ ലോഗോ കൊടുത്ത് അവിടെയാണ് പഞ്ച് എന്ന് പറഞ്ഞ ബാഡ്ജിങ് വരുന്നത്. ഈ വാഹനത്തിന് റിവേഴ്സ് ലൈറ്റ് നമുക്ക് ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ ഇൻഡിക്കേറ്റേഴ്സും ഹാലജനായിട്ടാണ് വരുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു റിഫ്ലക്ടേഴ്സ് കാണാം. ബാക്കിലെ ബെമ്പർ പോർഷൻ നമുക്ക് മാറ്റ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ബാക്കിൽ നമുക്ക് സിൽവർ ഫിനിഷ് സ്കിപ്പ് പ്ലേറ്റ് കാണാം. അതിന് സെന്റർ മൗണ്ടഡ് ആയിട്ടാണ് നമുക്ക് റിവേഴ്സ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് 2 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് റിവേഴ്സ് ക്യാമറയും ഈ വേരിയന്റിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ്
പഞ്ചിന്റെ പ്യൂർ പ്ലസ് വേരിയന്റിന്റെ ബാക്കിൽ നിന്നുള്ള ലുക്ക്. ഇനി നമുക്ക് ഇതിന്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. യെസ്, മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് വരുന്നത്. ഈ പാഴ്സൽ ട്രേ ഈ വേരിയന്റിൽ വരുന്നതല്ല, ഇത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. 1800 രൂപയാണ് ഈ പാഴ്സൽ ട്രേക്ക് കോസ്റ്റ് വന്നിരിക്കുന്നത്. ബാക്കിലേക്ക് നമുക്കൊരു ബൂട്ട് ലൈറ്റ് ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാറ്റ് ഇതിന്റെ കോസ്റ്റ് ഒന്നും വരുന്നില്ല, ഷോറൂമിൽ നിന്ന് കൊടുക്കുന്നതാണ്. സ്പെയർ വീല് ഈ വേരിയന്റിൽ വരുന്നുണ്ട്. ഈ ബേസ് വേരിയന്റിൽ കാണുന്ന സെയിം വീലുകൾ തന്നെയാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. വേറെ എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും ബൂട്ടിൽ വരുന്നില്ല. നമുക്ക് 2 ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ്. ബാക്കിലെ സീറ്റ് ബെഞ്ച് ഫോൾഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റിക്വസ്റ്റ് സെൻസർ കാര്യങ്ങളൊന്നും ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഡാർക്ക് തീമാണ് ശരിക്കും ഇതിന്റെ ഒരു ഇന്റീരിയർ വരുന്നത്. ഒരു ബ്ലാക്ക് ഫിനിഷിൽ ടോപ്പ് വശം, അതിനകത്ത് ആ എക്സ്റ്റീരിയറിൽ കണ്ട ഗ്രേ ഫിനിഷിൽ തന്നെ ഇന്റീരിയർ ഒരു കളർ ടോണും കൊടുത്തിരിക്കുന്നു. ഡോർ പാഡിലേക്ക് വന്നാലും നമുക്ക് ആ ഒരു ഡ്യുവൽ കളർ കാണാം. ബ്ലാക്ക് ആൻഡ് ഗ്രേ ഫിനിഷ് ആണ് വരുന്നത്. ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്, സോഫ്റ്റ് ടച്ച് ഒന്നും കൊടുത്തിട്ടില്ല. 4 ഡോർ പവർ വിൻഡോന്റെ കൺട്രോൾ, ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ വരുന്നുണ്ട്. മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനുകൾ, ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല. ഡോർ ഹാൻഡിൽസ് നമുക്ക് ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. ടൂട്ടേഴ്സ് ഈ വേരിയന്റിൽ വരുന്നുണ്ട്. 4 സ്പീക്കറിന്റെ ടൂട്ടോടും കൂടിയ മ്യൂസിക് സിസ്റ്റം ആണ്. താഴെ സ്പീക്കർ ഗില്ല് കാണാം. ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സീറ്റ് നല്ല കംഫർട്ടായിട്ടുള്ള ഫാബ്രിക് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു ഡ്യുവൽ ടോൺ കളർ എന്ന് വേണമെങ്കിൽ പറയാം. ഈ പോർഷൻസിൽ നിങ്ങൾക്ക് ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയതിന്റെ ഒരു ബാഡ്ജിങ് കാണാം. സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് മാനുവൽ വേരിയന്റ് ആണ്, എന്നാലും നമുക്ക് ഡെഡിക്കേറ്റഡ് ഡെഡ് പടികൾ കാണാം. ഇവിടെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. ഡ്രൈവ് മോഡുകൾ വരുന്നുണ്ട്. അതിന്റെ ഒരു ബട്ടൺ കാണാം. ഫോഗ് ലൈറ്റ്, ബാക്കിലെ ഡീഫോഗർ ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, ലോക്ക് ആൻഡ് അൺലോക്ക്, ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ടിന്റെ ഒരു ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. പ്യൂർ പ്ലസ് വേരിയന്റിന്റെ ഇന്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സ്റ്റിയറിംഗ് വീല് നമ്മൾ നെക്സോണിലൊക്കെ കാണുന്ന സെയിം 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീല് കൊടുത്തിരിക്കുന്നു. ബാക്ക് ലൈറ്റഡ് സ്റ്റിയറിംഗ് വീലാണ്. ഫ്ലാറ്റ് ബോട്ടം ആണ്. താഴത്തെ ഒരു ബ്ലാക്ക് ഫിനിഷ് കാര്യങ്ങൾ കാണാം. ഇടതുവശമായിട്ട് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് ക്രൂസ് കൺട്രോളിന്റെ ഓപ്ഷൻസും വരുന്നുണ്ട്. അതായത് പ്യൂർ പ്ലസ് വേരിയന്റ് തൊട്ടേ നമുക്ക് ക്രൂസ് കൺട്രോളിന്റെ ഓപ്ഷൻസ് കാണാം. സ്റ്റിയറിംഗ് വീല് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. മീൻസ് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ടെലസ്കോപ്പിക്കിന്റെ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇടതുവശമായിട്ട് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. ഈ വേരിയന്റിൽ നമുക്ക് ഓട്ടോ ഹെഡ്ലൈറ്റ്, ഓട്ടോ വൈപ്പേഴ്സ് ഒന്നും വരുന്നില്ല. പക്ഷേ പ്യൂർ പ്ലസ് എസ് എന്നും പറഞ്ഞ് സൺറൂഫ് ഉള്ള വേരിയന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഓട്ടോ ഹെഡ്ലൈറ്റ്, ഓട്ടോ വൈപ്പറും പ്ലസ് സൺറൂഫും കൂടി ലഭിക്കും. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പഴയ നെക്സോണിലൊക്കെ കണ്ടിരുന്ന സെയിം ക്ലസ്റ്റർ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്പീഡോമീറ്ററും RPM മീറ്ററും എല്ലാം നമുക്ക് ഫുള്ളി ഡിജിറ്റലായിട്ടാണ് വരുന്നത്. RPM മീറ്റർ നമുക്ക് ഒരു ലൈറ്റ് ഇൻഡിക്കേഷൻ കൂടി വശങ്ങളിൽ കാണാം. സ്പീഡോമീറ്റർ ഡിജിറ്റലായിട്ട് നിരക്ക് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, ഡ്രൈവ് മോഡുകളുടെ ഒരു ബട്ടൺ, CT, ഇക്കോ, റൺ, ഡ്രൈവ് മോഡുകളുടെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. അങ്ങനെ ബേസിക് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും സിംപിളി റീഡബിൾ ആവുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ്. സെൻട്രലിലേക്ക് വരുമ്പോഴാണ് പുതിയ പഞ്ചിലൊരു വന്നിരിക്കുന്ന ഒരു ഡിഫറൻസ്. സാധാ നോർമൽ ടോപ്പ് എൻഡിലൊക്കെ കാണുന്നത് ഒരു 10 ഇഞ്ചിന്റെ ഇൻഫർടൈൻമെന്റ് സ്ക്രീൻ ആണെങ്കിൽ ഈ പ്യൂർ പ്ലസ് വേരിയന്റിൽ ഹാർമന്റെ തന്നെ 8 ഇഞ്ചിന്റെ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. നോക്കുകയാണെങ്കിൽ പുറത്തുനിന്നൊക്കെ നോക്കുകയാണെങ്കിൽ 10 ഇഞ്ചിന്റെ സ്ക്രീൻ ആണെന്നാണ് പറയുള്ളൂ. പക്ഷേ അതിനകത്ത് ബെസൽസ് വശങ്ങളിൽ കൂടുതലുള്ളതുകൊണ്ട് നടുക്ക സ്ക്രീൻ സൈസ് 8 ഇഞ്ചായിട്ടാണ് കുറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഫിസിക്കൽ ബട്ടണുകൾ വശങ്ങളിലായിട്ട് കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം ഫീച്ചറിസ്റ്റിക് ആണ്. നമ്മളുടെ 10 ഇഞ്ചിന്റെ സ്ക്രീനിൽ കാണുന്ന ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സ് ഇതിനകത്തും കാണാനായിട്ട് പറ്റും. ആൻഡ്രോയിഡ്, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. പാർക്ക് അസിസ്റ്റ് എന്ന് പറഞ്ഞ് നല്ല HD ക്ലാരിറ്റിയുള്ള റിവേഴ്സ് ക്യാമറ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് ഫുൾ സ്ക്രീനിൽ കാണാനും സൂം ചെയ്യാനായിട്ടുള്ള 3 ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് സൗണ്ട് ഡെമോ, വീഡിയോ പ്ലെയർ, FM ഒക്കെ പ്ലേ ചെയ്യാൻ നല്ല ക്ലാരിറ്റിയിലാണ് ലഭിക്കുന്നത്. ഒരേ ഒരു ഡിഫറൻസ് വന്നത് ടോപ്പ് എൻഡിയോട് കമ്പയർ ചെയ്യുമ്പോൾ ആ സ്ക്രീൻ സൈസ് കുറഞ്ഞു എന്നുള്ളത് മാത്രമാണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് AC വെന്റ്സ് കാണാം. അതിന്റെ നടുക്കായിട്ടാണ് ഹസാർഡ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പോർഷൻ എനിക്ക് തോന്നുന്നു പഴയ പഞ്ചിൽ നിന്ന് അങ്ങനെയാണ് കടമെടുത്ത് വെച്ചിരിക്കുകയാണ്. പഴയ പഞ്ചിന്റെ നോർമൽ പെട്രോളിൽ ഈ ഒരു ലുക്ക് ആയിരുന്നു സെൻട്രൽ കൺസോളിന് കാര്യങ്ങൾക്കൊക്കെ വന്നിരുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് AC വെന്റ്സ് കാണാം. മാനുവൽ AC കൺട്രോൾസ് ആണ്. ഇതെന്തോ ഒരു കോസ്റ്റ് കട്ടിങ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം പഴയ പഞ്ചിന്റെ ആ ഒരു യൂണിറ്റ് ആയിരുന്നു കാണാൻ ഭംഗി. ഇതിപ്പോൾ നോർമൽ റൗണ്ട് ഡയൽ സ്വിച്ചുകൾ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്നാൽ നമുക്ക് ഇവിടെ 65 വാട്ട്സിന്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് കാണാം. ഒരു USB Type-C കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, അതിനോട് ചേർന്ന് 12 വോൾട്ടിന്റെ ഒരു ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ മാനുവൽ ഗിയർ ലിവർ കാണാം. അതിന്റെ ടോപ്പിലൊരു ഗ്ലാസ് ഫിനിഷ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് കാണാം. സെന്റർ ആംറസ്റ്റ് ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഹാൻഡ് ബ്രേക്ക് കൊടുത്തിരിക്കുന്നു. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോട് കൂടിയ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നില്ല. ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടില്ല. കോ ഡ്രൈവേഴ്സുകൾ സൺവൈസേഴ്സ് വിത്ത് മിറർ വന്നിട്ടുണ്ട്. മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs കൊടുത്തിരിക്കുന്നു. ആദ്യത്തെ റീഡിംഗ് ലൈറ്റുകൾ LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ സൈഡ് സൺവൈസേഴ്സ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ ആണ് വരുന്നത്. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഡീസെന്റ് സൈസ് ആയിട്ടുള്ള ഡീപ്പ് ആയിട്ടുള്ള ഒരു ഗ്ലോ ബോക്സ് ആണ്. അതിനകത്ത് കൂൾഡ് ഫീച്ചർ ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരു ഗ്ലോ ബോക്സും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇന്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ
ടോപ്പ് എൻഡ് എന്നിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പ്യുവർ പ്ലസ് വേരിയന്റിൽ തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. നമുക്ക് ഓട്ടോമാറ്റിക്കും ഈ വേരിയന്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത്യാവശ്യക്കാർക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്ന പഞ്ചിന്റെ ഒരു ബെസ്റ്റ് വേരിയന്റ് എന്ന് വേണമെങ്കിൽ പ്യുവർ പ്ലസ് വേരിയന്റിനെ വിളിക്കാം. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ 90 ഡിഗ്രിയിൽ വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. അതുകൊണ്ട് കയറി ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ്. ബാക്കിലെ ഡോർ പാഡ്സ് നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളറിൽ കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് നമുക്ക് ആ ഒരു ബ്ലാക്ക് ഫിനിഷിൽ കാണാം. പവർ വിൻഡോയുടെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. സ്പീക്കർ ഗില്ല് കാണാനായിട്ട് പറ്റും. ബാക്കിലേക്ക് നമുക്ക് AC വെൻസ് പ്യുവർ വേരിയന്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബേസ് വേരിയന്റിൽ മാത്രമാണ് ഇല്ലാത്തുള്ളൂ. അതിനകത്ത് 15 വാട്ട്സിന്റെ ടൈപ്പ് സി ചാർജിങ് പോർട്ടുകളും കൊടുത്തിട്ടുണ്ട്. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ഗ്രേ ഫിനിഷുള്ള സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഐസോഫിക്സ് ചൈൽഡ് സീറ്റിന്റെ ഓപ്ഷൻ കാണാം. ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ്. സെൻട്രൽ പാസഞ്ചർ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടില്ല. നമ്മൾ അകത്തേക്ക് കയറി ഇരിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടുള്ള അടിപൊളി സീറ്റുകളാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ലെഗ് റൂം ആൻഡ് നീ റൂം കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്കൂപ്പ് ഔട്ട് ചെയ്തിരിക്കുന്ന രീതിയിലാണ് പുതിയ സീറ്റുകൾ വരുന്നത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല നമുക്ക് നീ റൂം കാണാം. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 6 സെന്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ബാക്കിലേക്ക് ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഫിക്സഡ് ഗ്രാബ് ഹാൻഡിലാണ്. 2 വശത്തും ആ ഗ്രാബ് ഹാൻഡിലും കാണാനായിട്ട് പറ്റും. പുതിയ ടാറ്റ പഞ്ചിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ സെഗ്മെന്റിലെ തന്നെ മോസ്റ്റ് സേഫസ്റ്റ് കാർ പുതിയ ടാറ്റ പഞ്ചാണ്. ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു മൈക്രോ SUV അത് ടാറ്റ പഞ്ച് മാത്രമാണ്. ഇപ്പോൾ പിന്നെ ബേസ് വേരിയന്റ് തൊട്ടേ നമുക്ക് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ്. ABS CBT ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് ബേസ് വേരിയന്റ് തൊട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ പഴയ പഞ്ചുമായിട്ട് യാതൊരു ഡിഫറൻസും കൊടുത്തിട്ടില്ല. സെയിം 1.2 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 87 HP പവറും 115 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. ആ സെയിം എഞ്ചിനിൽ തന്നെ നമുക്ക് CNGയും പെയർ ചെയ്യുന്നുണ്ട്. CNGയിലേക്ക് വരുമ്പോൾ 73 HP പവറും 103 Nm ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ വാഹനത്തിന്റെ CNG എടുത്താലും നിങ്ങൾക്ക് ഈ വാഹനം പെട്രോളിൽ ഓടുന്ന സമയത്ത് സെയിം എഞ്ചിൻ സ്പെക്ക് ആയതുകൊണ്ട് പെട്രോളിന്റെ ആ പവർ ലഭിക്കും. ലോങ് പോകുന്നു, ഹൈവേയിലൊക്കെ ടൂർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ക്രൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് CNG യൂസ് ചെയ്താൽ മതിയാവും. അപ്പൊ നിങ്ങൾക്ക് മാക്സിമം മൈലേജും ലഭിക്കും. ഇപ്പൊ CNG വാഹനം എടുത്തു എന്ന് വിചാരിച്ചിട്ട് ഈ വാഹനം നിങ്ങൾക്ക് CNGയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാനും CNGയിൽ തന്നെ ഓടിക്കാനുള്ള ഒരു ഓപ്ഷൻ ICNG ആയതുകൊണ്ട് ടാറ്റ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ CNG വാങ്ങിക്കുന്നവർക്ക് സിറ്റിയിൽ വേണമെങ്കിൽ പെട്രോളിൽ ഓടാം, പെട്രോളിന്റെ മൈലേജ് കിട്ടും. ലോങ് പോകുന്ന സമയത്ത് CNG ഉണ്ടെങ്കിൽ CNG അടിച്ചിട്ട് CNGയിൽ ഓടാം. അപ്പോൾ പിന്നെ ഇപ്പൊ CNGയിൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട്. അപ്പൊ CNGയിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പവർ കുറവുണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. അത്യാവശ്യം ടോർക്ക് ഉള്ളത് കൊണ്ട് വലിയ പവർ ലാഗൊന്നും നമുക്ക് അതിൽ ഫീൽ ചെയ്യുകയില്ല. ഈ വാഹനത്തിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ബേസ് വേരിയന്റ് ആയിട്ട് സ്മാർട്ട് വേരിയന്റ് തൊട്ടേ നമുക്ക് CNG അവൈലബിൾ ആണ്. ഇപ്പോൾ ബേസ് പെട്രോൾ വേരിയന്റിന് 6,60,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. അതിന്റെ CNGയിലേക്ക് പോയി കഴിഞ്ഞാൽ 7,90,000. സെക്കൻഡ് വേരിയന്റ് ആയിട്ട് വരുന്നത് പ്യുവർ ആണ്. പ്യുവറിൽ നമുക്ക് 7,62,200 രൂപ മാനുവലിനും CNGക്ക് 8,79,000 രൂപ. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്യുവർ വേരിയന്റ് ആണ്, പ്യുവർ പ്ലസ് വേരിയന്റ് ആണ്. പ്യുവർ പ്ലസ് വേരിയന്റിലേക്ക് പോയി കഴിഞ്ഞാൽ മാനുവൽ വേരിയന്റ് നിങ്ങൾ ഈ കാണുന്ന ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഈ വേരിയന്റ് നിങ്ങൾക്ക് 8,20,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. ഈ ആക്സസറീസ് കൂടി ചെയ്യുകയാണെങ്കിൽ 8,32,000. ആ ബഡ്ജറ്റിന് ഇതൊരു പ്രീമിയം ലുക്കിംഗ് വാഹനമായിട്ട് മാറിയെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ഇതിന്റെ ഓട്ടോമാറ്റിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ 8,74,000 രൂപയാണ് പ്യുവർ പ്ലസ് ഓട്ടോമാറ്റിക്കിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇനി ഈ പ്യുവർ പ്ലസ് CNG വരുന്നുണ്ട്. CNGക്ക് 9,37,000 രൂപ. പ്യുവർ പ്ലസ് CNG ഓട്ടോമാറ്റിക്കിന് 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപയ്ക്ക് അത് ഓക്കെ ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാര്യം CNG ഉണ്ട്. CNGയിൽ ഓടിക്കാം, പെട്രോളിൽ ഓടിക്കാം, ഓട്ടോമാറ്റിക്കും കൊടുക്കുന്നുണ്ട്. ഈ പ്യുവർ പ്ലസിൽ തന്നെ സൺറൂഫ് ആവശ്യമുള്ള ആളുകളുണ്ടാവും. കാരണം ഈ ഒരു ബഡ്ജറ്റിലുള്ള സൺറൂഫും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ എന്ന് പറയുന്ന ആളുകൾക്ക് പ്യുവർ പ്ലസ് S എന്നും പറഞ്ഞ് സൺറൂഫ് ഉള്ള വേരിയന്റ് വരുന്നുണ്ട്. പ്യുവർ പ്ലസ് S മാനുവൽ വേരിയന്റിന് 8,60,000 രൂപ. അതായത് ഈ വേരിയന്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 40,000 രൂപ ഡിഫറൻസ്. പ്യുവർ പ്ലസ് എസിൽ നമുക്ക് CNG വരുന്നുണ്ട്. ആ വാഹനത്തിന് 9,78,000 രൂപ. പ്യുവർ പ്ലസ് എസിൽ ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. പെട്രോളിൽ AMT 9,24,000. പക്ഷേ CNGയിൽ ഓട്ടോമാറ്റിക് വരുന്നില്ല. നിങ്ങളുടെ അടുത്ത് 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഈ പുതിയ ടാറ്റ പഞ്ചിന്റെ ഈ പ്യുവർ പ്ലസ് വേരിയന്റ് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. കാരണം 90% ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ്. 7 കൊല്ലത്തേക്കുള്ള EMI ഓപ്ഷൻസും വരുന്നുണ്ട്. പെർ ലാക്കിന് 1,650 രൂപ വെച്ചിട്ട് അടവ് വരുള്ളൂ. നിങ്ങൾ ഡൗൺ പേയ്മെന്റ് 80 രൂപയൊക്കെ കൊടുത്താൽ മതിയാവും. പിന്നെ അത്യാവശ്യം ആക്സസറീസ് 20 രൂപയുടെ ആക്സസറി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയ്ക്ക് ഈ കാണുന്ന ഫീച്ചേഴ്സോട് കൂടിയ ഈ വാഹനം നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാം.
അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റെഗുലർ വ്യൂസ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ടാറ്റ റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പെരുമ്പാവൂരുള്ള ഗോകുലം മോട്ടോഴ്സിന്റെ നമ്പർ കൊടുത്താൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. പുതിയ പഞ്ച് എന്നല്ല, പുതിയ സിയാറ, പുതിയ പഞ്ച്, നെക്സോൺ, ടാറ്റയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.